ഞാൻ എപ്പോഴും ബഹുമാനിക്കുന്ന ഒരു മതം തന്നെയാണ് ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു മതം. 5 നേരം നിസ്കരിക്കുന്നു, പടച്ചോനെ പേടിച്ച് ജീവിക്കുന്നു. മറ്റുള്ള മതങ്ങൾ അങ്ങനെയല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ റെക്കമെൻഡ് ഫുള്ളും എനിക്ക് വരുന്ന റെക്കമെൻഡ് ഫുള്ളും ആ ഒരു വീഡിയോ ആണ്. ശരി, ആ വീഡിയോനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഡിസംബർ 31 ഇസ്മയിൽ എന്ന് പറയുന്ന സഹോദരൻ്റെ മരണത്തെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നു. ആ ഒരു മരണത്തിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇസ്മയിൽക്ക മരിക്കുന്നതിന് തൊട്ട് മുന്നേ, അതായത് ശരിക്കും മരണം ഡിസംബർ 31 നമ്മളൊക്കെ പുതുവർഷാഘോഷത്തിൻ്റെ നിമിഷത്തിൽ നിൽക്കുകയായിരിക്കും. കഴിഞ്ഞ വർഷത്തെ ഓർമ്മകളൊക്കെ അയവിറക്കി പുതുവർഷത്തെ നമ്മൾ വരവേൽക്കാൻ നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഇസ്മയിൽ എന്ന് പറയുന്ന ആ സഹോദരൻ മരണപ്പെട്ടത്. പക്ഷേ അദ്ദേഹം മരണപ്പെടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അദ്ദേഹം ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഇപ്പം എല്ലാവരും അത്ഭുതത്തോടു കൂടിയും ആശ്ചര്യത്തോടു കൂടിയും അല്ലെങ്കിൽ ദുഃഖത്തോടെയും കാണുന്നു. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരാൾക്ക് ഈമാനുള്ള മരണം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. പക്ഷേ അവർക്കൊക്കെ ഇങ്ങനെ 5 നേരം നിസ്കരിക്കുന്ന ആളുകൾ ഒരിക്കലും മറ്റുള്ളവർ നശിച്ചു പോകുന്നോ അല്ലെങ്കിൽ വേറൊരു കുഞ്ഞായ്മ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. ആ വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത് കേട്ടോ. അപ്പം ഇസ്മയിൽക്ക ഈ മരിക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ്. അതായത് ഈ വീഡിയോ ഇങ്ങനെ ഇട്ടപ്പോൾ തന്നെ കുറേ ആൾക്കാർ ആ ഒരു വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്തിരുന്നു, നിനക്ക് പ്രാന്താണ്, നീ എന്തെങ്കിലത്തെ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്നെ തോന്നിപ്പിച്ചതാണ്. എൻ്റെ ശരീരം മണ്ണ് മാന്തണം അല്ലെങ്കിൽ മരണം വന്ന് വിളിക്കില്ലേ, അങ്ങനെയൊക്കെ തോന്നുന്നു എന്നാണ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നത്. എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ശരിക്കും പറഞ്ഞാൽ നല്ല സങ്കടം തോന്നി. കാരണം ഒരു മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം അല്ലെങ്കിൽ 1-2 ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം മരണപ്പെടുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വിഷമം. അദ്ദേഹത്തിനെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം അദ്ദേഹം എന്തായാലും നല്ലൊരു മരണം തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ കുടുംബക്കാർക്ക് നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ എങ്ങനെ അവർ ഉൾക്കൊള്ളുമെന്നുള്ളതാണ് പിന്നീടുള്ള കാര്യം. പക്ഷേ എന്തായാലും ആ ഉൾക്കൊള്ളാനുള്ള മനസ്സും അവർക്ക് പഴയ രീതിയിൽ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതൊക്കെ ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. എന്തായാലും അതിൻ്റെ മുന്നേ തന്നെ എനിക്ക് ഈ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നഈം ഫൈസി എന്ന് പറയുന്ന ഉസ്താദ്, യുവ പണ്ഡിതൻ, ആക്സിഡന്റിൽ മരിച്ചു. അത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിൻ്റെ സനത് ദാനം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പണ്ഡിതൻ എന്ന് പറയുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു പുരസ്കാരം കിട്ടുമല്ലോ. അത് വാങ്ങാൻ നഈം ഫൈസി ഇല്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉപ്പ പോയി സ്റ്റേജിൽ കയറിയിട്ട് ആ ഒരു സനത് വാങ്ങിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷവും തോന്നി, അതിനുപരി സങ്കടവും തോന്നിയില്ലായിരുന്നു. പക്ഷേ ഈ 2 മരണങ്ങളും മരണത്തെ മുൻകൂട്ടി അറിഞ്ഞ ആളുകളാണ് നഈം ഫൈസിയും അതുപോലെ തന്നെ ഇസ്മയിലിക്കയും. അപ്പോൾ ഈ 2 മരണത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. ഈമാനുള്ള മരണം കിട്ടാനായിട്ട് എല്ലാവരും അതിനു വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും ജീവിച്ചു മരിക്കുന്നത്. കാരണം എങ്ങനെയോ ജനിച്ചു എങ്ങനെയോ മരിക്കണു എന്നുള്ളതല്ല, നല്ല രീതിയിൽ ജനിച്ചു, എങ്ങനെ ജനിച്ചാലും നല്ല രീതിയിലുള്ളൊരു മരണം, ആ മരണാനന്തര ചടങ്ങ്, ഇതൊക്കെ ആയിരിക്കും ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ഒരു എന്താ പറയുക, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നൊരു വ്യക്തിയാണ് കേട്ടോ. നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നല്ല, നമ്മൾ എങ്ങനെ മരിക്കുന്നു, നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് ഇപ്പം 4 ആൾക്കാർ ഇവരെ 2 പേരെയും കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർ ഉൾക്കൊണ്ടു, ആ മരണത്തെ അവർ ഉൾക്കൊണ്ടു. അത് മാത്രമല്ല അവരുടെ മരണം തൊട്ടടുത്തുണ്ട്, എൻ്റെ പിന്നാലെയുണ്ട്, എനിക്ക് മണ്ണിൻ്റെ മണം വരുന്നു, എൻ്റെ ശരീരത്തിൽ നിന്നും മണ്ണിൻ്റെ മണം വരുന്നു എന്ന് ഇസ്മയിലിക്കും. അതുപോലെ തന്നെ മദഹ് ഗാനം പാടിയല്ലോ നഈം ഫൈസി, നല്ല ശബ്ദത്തിനുടമയാണ്. പക്ഷേ വിധി അത്ര ഒരു ചെറു പ്രായത്തിൽ അത്രേ ഉണ്ടാവുള്ളൂ ആ ഒരു വിധി എന്ന് പറയുന്നത്. പക്ഷേ ചില ആളുകൾ
ഇതൊന്നും ചിന്തിക്കുന്നില്ല. അതായത് നാളെ എൻ്റെ വീട്ടിലൊന്നും മരണം വരില്ല എന്നുള്ള അഹങ്കാരത്തിൽ പോകുന്ന കുറേ ആളുകളുണ്ട്. അവരാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഈ ഒരു മരണങ്ങളും ഈ ഒരു വേദനകളും ഈ ഒരു സങ്കടങ്ങളൊക്കെ കുറച്ച് കാണാൻ ശ്രമിക്കുക. എന്നാലേ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തരും കഴിയുള്ളൂ. ഇവരുടെ ഓരോ മരണങ്ങളും നമുക്ക് ഓരോ പാഠങ്ങളാണ്. കാരണം നമ്മൾ എങ്ങനെയാണ് മരണത്തെക്കുറിച്ച് പാടിയിട്ട് ഖബറിനെ കുറിച്ച് പാടുകയും നുഐം ഫൈസി ഖബറിനെ കുറിച്ചിട്ട് പാടി പിന്നെ ഇസ്മായിലിക്ക എൻ്റെ ശരീരത്തിൽ നിന്നും മണ്ണിൻ്റെ മണം വരുന്നു, മണ്ണ് മാന്തുന്ന മണം വരുന്നു എന്ന് പറയുമ്പോൾ മരണം അടുത്തു, അവരെയൊക്കെ അത് സൂചന കൊടുത്തു ദൈവം. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ളൊരു ഭാഗ്യം വേറെ ആർക്കെങ്കിലും കിട്ടുമോ? ഇല്ല. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ജീവിക്കുന്ന കാലത്തോളം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയ സഹായങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. ഒപ്പം തന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെയും കുശുമ്പ് ചെയ്യാതെയും മറ്റുള്ളവരെ ആക്രമിക്കാതെയും ജീവിക്കാൻ ശ്രമിക്കുക എന്നതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. നമുക്ക് ഇസ്മായിൽ ഇക്കയുടെ ആ ഒരു വീഡിയോ, ആ വൈറലായ ഒരു വീഡിയോ നമുക്കിപ്പോൾ കാണാം. ചിലവർക്ക് ഞാൻ അൽഷൈമറാകാം, ചിലവർക്ക് ഞാൻ നല്ലോനാകാം, വെടക്കോനാകാം. ആരോ ഒരാളൊരു കമന്റ് ഇട്ടിട്ടുണ്ടായി, എന്തായാലും എനിക്ക് പിരാന്താണ്, നീ എങ്ങനെയല്ല ജീവിച്ച മനുഷ്യനാ, ഇപ്പൊ എന്താ ഇങ്ങനെ. ഞാൻ ചിന്തിച്ച്, കാരണം എന്റെ ശരീരത്തിൽ നിന്ന് മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട്, മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പരവിധി ചുമ്മായിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുചാഹത്ത് നാമുക്കൊണ്ട് നാട്ടിലെ കരയെന്തെന്നറിവുണ്ടോ, നാളെ കിടക്കുന്ന കബറുന്ന ഭയങ്കര വീട്ടിലേ. എന്റെ കൂട്ടുകാരിൽ ഒരുപാട് അസ്സലാമു അലൈക്കും പറഞ്ഞു പോയി കേട്ടാ, ഒരുപാട് പേര് മണ്ണ് തിന്ന്. ഇപ്പൊ അടുത്ത് ഇൻഷാ അല്ലാഹ് നമ്മളങ്ങോട്ടേക്ക് തന്നെയാ, കാരണം മണ്ണിന്റെ മണം വരാൻ തുടങ്ങി. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയം ഏതാണെന്നറിയാവുക? ഷെറ് വരുമ്പോൾ സന്തോഷിക്കണം. ഈ ഷെറ് വരുമ്പോൾ സന്തോഷിക്കണമെങ്കിലില്ലേ നല്ലൊരു ഈമാന്റെ കട്ടി വേണം കേട്ടാ. അത് എല്ലാവർക്കും പറ്റുന്നൊരു സംഗതി ഒന്നല്ല ഈ ഷെറ് വരുന്ന സമയത്ത് സന്തോഷിക്കാന്ന് പറയുന്നത്. ഈ ഷെറ് വരുന്ന സമയത്ത് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഹൈറ് 100% 100% ഹൈറ് വരും എന്നുള്ളതാ, എന്തായാലും വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ, ഒരു 50-60 വയസ്സിലുള്ള 70 വയസ്സിലുള്ള മനുഷ്യന്മാർ അവർ സന്തോഷത്തിലാണ്. കാരണം പലതും അവർ അതിജീവിച്ച് പിന്നെ ഒരു സ്വസ്ഥ ജീവിതമുണ്ട്, മനസ്സിലായില്ലേ? അപ്പോ ഷെറ് വരുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ യാ അല്ലാ വല്ലാത്തൊരു മുഞ്ചാണ് കേട്ടാ. കാരണം ഹൈർ വരുന്ന സമയത്ത് നമ്മൾ പൊട്ടിച്ചിരിക്കൂല, ഷെറ് ഓർമ്മയിലുണ്ടാവും, കൺട്രോളിൽ പോകും നമ്മൾ.